അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്നവർക്ക് യുഎസ് പൗരത്വം ലഭിക്കുന്ന നിലവിലെ രീതി അവസാനിപ്പിക്കാനൊരുങ്ങി നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അധികാരമേറ്റാൽ ഉടൻ ഇത് അവസാനിപ്പിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ജനനത്തിലൂടെ പൗരത്വം ലഭിക്കുന്നത് അവസാനിപ്പിക്കുമെന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. യുഎസിലേക്കുള്ള കുടിയേറ്റം നിയന്ത്രിക്കുക എന്നതാണ് പുതിയ തീരുമാനത്തിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത്. അതേസമയം പൗരത്വം സംബന്ധിച്ച നയത്തിലെ മാറ്റം നിയമയുദ്ധത്തിലേക്ക് വഴി തെളിച്ചേക്കും. നിലവിലെ നിയമപ്രകാരം അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന ഏതൊരാൾക്കും സ്വാഭാവികമായി യുഎസ് പൗരത്വം ലഭിക്കും. രാജ്യത്ത് നിയമവിരുദ്ധമായി കഴിയുന്ന മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടികൾക്കും ടൂറിസ്റ്റ്, സ്റ്റുഡന്റ് വിസ പോലെയുള്ളവ ഉണ്ട്. താൽക്കാലിക വിസയിലെത്തി യുഎസിൽ കഴിയുന്നവരുടെ കുട്ടികൾക്കും ഈ ആനുകൂല്യമുണ്ട്. അമേരിക്കയിൽ പൗരത്വം ജന്മാവകാശമായി നൽകുന്നത് കുറെ കാലമായി വലിയ ചർച്ചാ വിഷയമാണ്. യുഎസിന്റെ ഈ പൗരത്വ നയം വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്നാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപും അനുയായികളും ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന വിമർശനം. അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നതിന് കർശനമായ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് ഇവരുടെ വാദം. എന്നാൽ പൗരത്വം ജന്മാവകാശമായി ലഭിക്കുന്നത് ഭരണഘടനാപരമായ അവകാശമാണെന്നാണ് മറുവാദം ഉന്നയിക്കുന്നത്. 14ാം ഭരണഘടന ഭേദഗതിയാണ് ഈ അവകാശം ഉറപ്പു നൽകുന്നത്. അതിനാൽ തന്നെ ഈ നയത്തിൽ കൈവയ്ക്കുന്നത് അത്ര എളുപ്പമല്ലെന്നും അതിന് ശ്രമിക്കുന്നത് രാജ്യത്തിന് ദോഷകരമാകുമെന്നും നയത്തെ അനുകൂലിക്കുന്നവർ പറയുന്നു.